آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് നല്ലവരായി ജീവിക്കാൻ വളരെ സ്നേഹത്തോടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും സത്യവിശ്വാസികളായി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നല്ല മരണം എന്ന് ജനങ്ങൾ വിധി എഴുതുന്നത് പലപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. മക്കളെയും ബന്ധുക്കളെയും അവസാനം ഒരു നോക്ക് കണ്ട് വിരിപ്പിൽ നിന്ന് മരണപ്പെട്ടാൽ ചിലർ അങ്ങനെ ഭാഗ്യമുള്ള മരണമാണ് എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തില് ഒരു മനുഷ്യൻ, വിശ്വാസിയായ ഒരാള് എങ്ങനെ മരിച്ചാലും എപ്പോൾ മരിച്ചാലും മുസ്ലിമായി മരിക്കുക എന്നതാണ് പ്രധാനം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലേ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹഖ്ക തുഖാതി, അവനെ സൂക്ഷിക്കേണ്ട രീതിയിൽ അവനെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിക്കുക. വലാ തമൂതുന്ന, നിങ്ങൾ മരണപ്പെടരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലിംറാനിലെ 102-ാമത്തെ ആയത്താണിത്. ധാരാളമായിട്ട് നമ്മൾ കേട്ട ഒരായത്തായിരിക്കും. ക്ലാസ് എടുക്കുന്നവരാണെങ്കിൽ പലപ്പോഴും ആമുഖത്തിൽ ഉത്ബോധനം എന്നോണം പറയുന്നതും ഈ ആയത്ത് തന്നെയാണ്. ഇതിന്റെ മറ്റൊരു ആശയം, തഖ്വയോടുകൂടി ജീവിച്ചാൽ മാത്രമേ മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയൂ എന്നതാണ്. ഏതൊരു സംഗതിയുടെയും അവസാനം നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു മനുഷ്യൻ നല്ല ആവേശത്തോടു കൂടി ജോലിയെടുത്തു, അതിന്റെ തുടക്കമൊക്കെ ഉഷാറായിരുന്നു, അവസാനം എടുക്കൊള്ളായി എന്ന് നമ്മൾ പറയും. നല്ല ചിത്രം വരച്ചു, പിന്നെ ക്ഷമ നഷ്ടപ്പെട്ടു, അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അതുകൊണ്ട് ചിത്രത്തിന്റെ ഭംഗി, ഒരു ഫർണിച്ചർ ആണെങ്കിൽ ശ്രദ്ധയോടുകൂടി പണിയെടുത്തു, പിന്നെ ശ്രദ്ധയൊക്കെ മാറി, അതുകൊണ്ട് പണി വേണ്ടപോലെ വൃത്തിയായില്ല. വീട് പണി തുടക്കത്തിലൊക്കെ നല്ല ശ്രദ്ധിച്ച് ജോലി ചെയ്തിരുന്നു, പിന്നീട് അവർക്ക് തോന്നിയതുപോലെയായി, അതുകൊണ്ട് അതിനൊരു ഫിനിഷിങ് ഉണ്ടായില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ഭൗതിക ലോകത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്ന വലിയ ചില കാര്യങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലവനായിട്ട് ജീവിച്ചു, അവന്റെ അവസാനം, അവന്റെ ജീവിതത്തിന്റെ അവസാനം നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഹൽ ബിൻ സഅദ് അസ്സാഇദി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അൽ അഅമാലു ബിൽ ഖവാതിം. പ്രവർത്തനങ്ങളുടെ അന്ത്യം നന്നാവുക എന്നതാണ് വളരെ പ്രധാനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൽ കുറെ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ അവസാനം നന്നായിക്കൊള്ളണം എന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും അത് നിരന്തരം നമ്മൾ അല്ലാഹുവോട് പറയുകയും ചെയ്യണം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിരിസ് സമാവാതി വൽ അർദ് വഅൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, നീ എനിക്ക് നിന്നിൽ നിന്ന് അധികാരം നൽകി, ധാരാളം കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ആകാശഭൂമികളുടെ സൃഷ്ടാവായ നാഥ, നീയാണ് എന്റെ രക്ഷിതാവ്, ദുനിയാവിലും ആഖിറത്തിലും എന്റെ വലിയ നീയാണ്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, എന്നെ സച്ചരിതരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. മുസ്ലിമായി മരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. പലപ്പോഴും നമുക്കൊക്കെ നന്മകളുടെ വിഷയത്തിൽ തോന്നിപ്പോകാറുണ്ട്, പിന്നെയാകാം,
ഇപ്പോ ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങള്, ഒന്നാമത്തേത് നോമ്പുകാരനായിരിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം തഹജ്ജുദ് നമസ്കരിക്കുക എന്നതാണ്. മൂന്നാമതൊരു കാര്യം ദുഹ നമസ്കരിക്കുക എന്നതാണ്. ഇപ്പോ ഒരാഴ്ചയിൽ തിങ്കളും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും നോമ്പ് ശീലമാക്കുന്ന ആളുകളുണ്ട്. എല്ലാ ദിവസവും സുബഹ് നമസ്കാരത്തിന് മുമ്പ്, ബാങ്കിന് മുമ്പ് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും ദുഹ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എണ്ണം നോക്കിയാൽ വളരെ കുറവായിരിക്കും. അത്ര പ്രയാസമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും പ്രയാസമില്ല. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ വിചാരിച്ചത് പിന്നെയാകാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവാം, ഇനിയും സമയമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അവസാനം എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ള നന്മകൾ ഒരിക്കലും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. ജീവിതത്തിൽ നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് യാത്രയാകാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മരണം, നമ്മുടെ ജീവിതം, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വർഗം, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കൊതിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. മരിക്കുമ്പോ ഈമാനോടെ മുസ്ലിമായി ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് സംതൃപ്തിയോടുകൂടി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു പറയുന്ന ആ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പടച്ചവൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ജീവിതത്തിൽ പരമാവധി ധാരാളം നന്മകൾ ചെയ്യാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.